ഫൈനാൻഷ്യലി ദേ വിൽ ഗെറ്റ് ഡ്രെയിൻഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ആ ഒരു ഹെൽത്തിന് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അവർ സ്പെൻഡ് ചെയ്ത് ദർ സോഷ്യോ എക്കണോമിക്കലി ദാറ്റ് ഫാമിലി വിൽ കം ഡൗൺ ബൈ 1 class. ഒരു മിഡിൽ ക്ലാസ് മേ ബിക്കം എ ലോവർ ക്ലാസ് ഫാമിലി സോഷ്യോ എക്കണോമിക്കലി. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ ഇത് കർണാടകയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്താണ്, മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്ത് ഒരു ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ഒരു ഷോപ്പ് ഓണറാണ്. എന്ന് വെച്ചാൽ ഒരു പെട്ടിക്കടയാണത്. അവിടെ ബീഡി, പാൻ, പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം തന്നെ വസ്തുക്കൾ വിൽക്കുന്ന ഒരു കട. റൂറൽ കർണാടകയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. ഇയാൾക്കൊരു 12 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. ആൻഡ് ഹിസ് വൈഫ് ഹു വാസ് ദ പേഷ്യൻറ്റ്, ഷീ ഹാഡ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഡിസീസ് ആയിരുന്നു അത്. അവർക്ക് 47 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഇവർ ട്രീറ്റ്മെൻറ്റ് പരമാവധി പറ്റുന്ന അത്രയും ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞ് ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സും ഉണ്ടായി. ബ്രസ്റ്റ് രണ്ടും തന്നെ സർജറി ചെയ്ത് മുറിച്ച് കളയേണ്ടി വന്നു. കാരണം ആ അസുഖം അത്രയും തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂസിനെ. അപ്പോൾ ഈ ചെസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ മുറിവാണ്, കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ മുറിവാണ്. ഈ മുറിവിൽ കൂടെ പസ് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അത് സിവിയർലി പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാറ്റ് തട്ടിയാൽ പോലും വേദന എടുക്കും, അങ്ങനത്തെ സ്ഥിതിയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈ കുടുംബം ദാരിദ്ര്യരായി. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ സോൾഡ് ദെയർ ഹോൾ ലാൻഡ്. ഇയാളുടെ കട മുഴുവൻ ഇയാൾ വിറ്റു. ഈ ഭാര്യയുടെ ആഭരണങ്ങളെല്ലാം ഇവർ വിറ്റു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫൈനാൻഷ്യലി ഇവർ കംപ്ലീറ്റ്ലി സീറോ ആണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഈ കുട്ടിക്കൊരു ഫ്യൂച്ചർ നാളെ ഉണ്ടാവണ്ടേ. അപ്പം ആ കുട്ടിക്ക് വേണ്ടിയുള്ള ഫ്യൂച്ചറിന് വേണ്ടിയുള്ളൊരു സെക്യൂരിറ്റിയും കൂടിയാണ് അവരവിടെ സെൽ ഓഫ് ചെയ്യണത്. അപ്പോൾ ദിസ് ഈസ് വാട്ട് വി കോൾ ആസ് ഫൈനാൻഷ്യൽ ടോക്സിസിറ്റി. ദിസ് പേഴ്സൺ പാസ്ഡ് അവേ ആഫ്റ്റർ 2 weeks. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസിസ് ഇറ്റ് സെൽഫ് സംവെയർ ദ ഡോക്ടേഴ്സ് ഓൾസോ ന്യൂ ദാറ്റ് ഇത് അധികം കാലം ഇവർ ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ അത് വിടാൻ പോണില്ലല്ലോ. ബിക്കോസ് ദാറ്റ് ഈസ് എ ഹോപ്പ് വിച്ച് വി ആർ ഗിവിങ്. അപ്പം ശ്രമിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഡോക്ടർ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്തോളൂ, പൈസ ഒരു പ്രശ്നമല്ല. ഇത് പൈസ ഉള്ള ആൾക്കാരും പറയും, പൈസ ഇല്ലാത്ത ആൾക്കാരും പറയും.